നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം. ഇസ്രായേൽ രഹസ്യമായിട്ട് UAE-യിലേക്ക് അയൺ ഡോം സംവിധാനം, അതായത് മിസൈൽ പ്രതിരോധ സംവിധാനം അയൺ ഡോം, ഇസ്രായേൽ തനതായി വികസിപ്പിച്ച അയൺ ഡോം സംവിധാനം അയച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ IDF-ന്റെ സോൾജിയേഴ്സും, ശരിക്കും പറയാം ഇസ്രായേലിന്റെ പട്ടാളക്കാര് UAE-യുടെ മണ്ണിൽ കാലുകുത്തിയോ, അവരാണോ ഈ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്? കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ വാറിൽ ഏകദേശം 1,500ഓളം ബാലിസ്റ്റിക് മിസൈലുകളും 2000-ഓളം ഡ്രോണുകളും അബുദാബിയിലേക്ക് പറന്നു. ഈ അവസരത്തിലാണോ, എന്തുകൊണ്ടായിരിക്കാം, ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിന് ഇസ്രായേൽ കൊടുക്കാൻ പോകുന്നത് ഈ അയൺ ഡോം. ജർമ്മനി സംസാരിച്ചു, ഉക്രൈൻ സംസാരിച്ചു, പിന്നെ ഒരുപാട് രാജ്യങ്ങൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചോദിച്ചു. നമ്മുടെ നാട്ടിൽ മാത്രമാണ് അയൺ ഡോമിന്റെ ഒരു കാര്യക്ഷമതയെ പറ്റി സംശയമുള്ളത്. നമ്മുടെ നാട്ടിൽ മാത്രമാണ്. ബാക്കി എല്ലാവർക്കും വലിയ സംശയമൊന്നുമില്ല. എന്നാൽ പോലും ഞാൻ വീണ്ടും പറയുന്നു, ഒരു മിസൈൽ സംവിധാനവും ഡിഫൻസ് സംവിധാനവും 100% പ്രൂഫല്ല. ഓക്കെ, അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, കുറ്റങ്ങൾ വരും. 99 അല്ലെങ്കിൽ 98% മാത്രമാണ് എല്ലാ ഡിഫൻസ് സംവിധാനങ്ങളും ഫലപ്രദമാകുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും ഒരു തനതായിട്ട് രഹസ്യമായി സൂക്ഷിക്കുന്ന ടെക്നോളജി അബുദാബി കൊടുത്തിരിക്കുന്നത് ഈ അവസരത്തിൽ? ഒരുപക്ഷെ ഇന്റലിന്റെ കണക്കുകൾ പ്രകാരം, പലരും പറയുന്നത് ഇന്റൽ ഇൻഫർമേഷൻ പ്രകാരം യുദ്ധം വീണ്ടും ആരംഭിച്ചാൽ ഒരുപക്ഷെ അബുദാബി ആയിരിക്കാം പ്രൈം ടാർഗറ്റ്. നമ്മൾ കണ്ടതാണ്, സൗദി ആയിരുന്നില്ല, കുവൈറ്റ് ആയിരുന്നില്ല, ഖത്തർ ആയിരുന്നില്ല. പ്രൈം ടാർഗറ്റ് എന്ന് പറയുന്നത്, ഇറാന്റെ പ്രൈം ടാർഗറ്റ് അബുദാബി ആയിരുന്നു. ദുബായ് പോലുമല്ല, അബുദാബി. കാരണം ദുബായ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ലീനിങ് ടുവേർഡ്സ് ഇറാൻ. കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ്, ഏപ്രിൽ 21-ന്, അതായത് ഇറാനിലെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും അബുദാബിയുടെ നൗബുഷൽ നാഷണൽ എയർലൈൻ ആയിട്ടുള്ള എത്തിഹാദാണ് ആദ്യമായിട്ട് ടെല്ലവിവിലേക്ക് പോയി ഇറങ്ങിയിരിക്കുന്നത്. സത്യമായ കാര്യമാണ്. അതായത് ആ ഒരു യുദ്ധത്തിന്റെ മാഹോൾ, ആ ഒരു അന്തരീക്ഷമുള്ളത് കൊണ്ട് പുറത്തേക്കും അകത്തേക്കുമുള്ള ഫ്ലൈറ്റുകളൊക്കെ ഇസ്രായേൽ നിരോധിച്ചപ്പോൾ, ആ നിരോധനം എടുത്തു മാറ്റിയപ്പോൾ ആദ്യമായി ചെന്നൊരു ഫ്ലൈറ്റുകൾ ഒന്ന് എത്തിഹാദ് എയർവേസ് ആയിരുന്നു. വർഷങ്ങളായിട്ടുള്ള ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതായത് ഈ അയൺ ഡോം ടെക്നോളജി എന്തുകൊണ്ടാണ് വിൽക്കാത്തത്? ഒരുപാട് പേര് പറയായിരിക്കും ആവശ്യക്കാരില്ലാത്ത കൊണ്ടാണ് വിൽക്കാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ, വിറ്റ് കഴിഞ്ഞാൽ അതിന് ടെക്നോളജി കട്ടെടുക്കും. സെലൻസ്കി എന്ന് പറയുന്ന മറ്റേ ഈ വ്ളാഡിമർ സെലൻസ്കി ഒരുപാട് വട്ടം ടെലവീവിൽ പോയി ചോദിച്ചു, ഞങ്ങൾക്ക് തരുമോ എന്ന്. കൊടുത്തില്ല. കാരണം ടെലവീവിലേക്ക് പോയ സെലൻസ്കി വെറും കൈയോടെ അടയ്ക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇവന് സാധനം കൊടുത്തു കഴിഞ്ഞാൽ, സെലൻസ്കി ആ ടെക്നോളജി കൈവശമാക്കിയാൽ അതിന്റെ കോപ്പി എടുത്ത് സ്വന്തമായി അയൺ ഡോം സിസ്റ്റം ഉണ്ടാക്കി അവൻ ചൈനയ്ക്ക് വേണമെങ്കിൽ വിൽക്കും. ഈ സെലൻസ്കി എന്ന് പറയുന്ന ഒരു ആയുധ വിൽപ്പനക്കാരനാണ്. അവന്റെ ഈ മിസൈൽ സംവിധാനങ്ങളൊക്കെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെ കൊടുത്ത, ഒന്ന് സ്ക്രാച്ച് ഉണ്ടാക്കിയൊന്നുമല്ല. അമേരിക്കൻ ടെക്നോളജി. പിന്നെ അവർക്കൊരു ശാലയുണ്ട് അവിടെ, അവർക്ക് ഡെവലപ്മെന്റ് കോംപ്ലക്സ് ഉണ്ട് അവർക്ക്. അങ്ങനെ ഉണ്ടാക്കി. ഹീസ് ബേസിക്കലി എ സെല്ലർ, വെപ്പൺ സെല്ലർ. നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ ഒന്ന് സൗദി രാജാവിനെ കണ്ടു, അബുദാബിയിൽ വന്നു, എല്ലാവരും കണ്ട് പറയുകയാണ്, എൻ്റെ സാധനം കൊണ്ട് തരാം. ഹീസ് എ സെല്ലർ. അപ്പോൾ അത് ഇസ്രായേൽ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന സംഭവമാണ് ഈ അയൺ ഡോം. അതായത് തങ്ങളുടെ ഏറ്റവും വലിയ പ്രതിരോധ ടെക്നോളജി അവർ ആരോടും എളുപ്പത്തിൽ പങ്കിടില്ല. കാരണം ഇന്നത്തെ ലോകത്തിലെ സഖ്യരാജ്യങ്ങളായാൽ പോലും ഉടായ്പ വെക്കും. അങ്ങനെ അവസരത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അബുദാബി കൊടുത്തിരിക്കുന്നത്? കാരണം അത്രയും വിശ്വാസമാണ് ഇസ്രായേൽ. വിശ്വാസം തന്നെയാണ്. ഒരു കണിക പോലും ഇസ്രായേൽ പോലും ഇന്ന് ഞാൻ വായിക്കുമ്പോൾ, ജെറുസലേം ടൈംസ് വായിക്കുമ്പോൾ, അവർ പറയുകയാണ്, ഇസ്രായേൽ പോലും ശരിക്കും രോഷം അണപൊട്ടു. അവർ പറയുകയാണ്, നമുക്ക് പോലും നമ്മളെ സംരക്ഷിക്കാൻ പോലുള്ള അയൺ ഡോം സംവിധാനമില്ല, ആ ബാറ്ററീസ് ഇല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവരെ സംരക്ഷിക്കുന്നത്? എന്തിന് പുറത്തേക്ക് അയക്കുന്നു? ചോദ്യം വളരെ ശരിയല്ല. പക്ഷേ ഇസ്രായേലിലെ ഫാർടെക് ടെക്നോളജി, അതായത് ലോകരാജ്യങ്ങൾ, അവർ അംഗീകരിക്കുന്ന രാജ്യങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന രീതി കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അബുദാബിയിലേക്ക് അയച്ചിരിക്കുന്നത്. പക്ഷെ കണ്ടറിയാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇവർ തമ്മിലുള്ള ബന്ധം ദൃഢമാവുകയാണ്. അതിനെ ഉപരി ഒരു സഖ്യരാജ്യങ്ങൾക്കപ്പുറം വിശ്വാസ്യത, ഞാൻ പറഞ്ഞല്ലേ, അയൺ ഡോം പോലുള്ള സ്വന്തമായി വികസിപ്പിച്ച ഇതിന്റെ ടെക്നോളജി ഒരു കാരണവശാലും അബുദാബിയുടെ കയ്യിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് ഉറപ്പായ ശേഷമാണ് അവർ കൊടുക്കുന്നത്. അത്രയും ഒരു മാനസികമായിട്ടും ഒരു ബന്ധമാണ്, ദൃഢമാണ്. ഇനിയിപ്പോ എന്തു ചെയ്യാൻ സാധിക്കും? ഈ പറയുന്ന നമ്മളിപ്പോ എന്തു ചെയ്യും? എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്ത് വന്നാലും ശരി, ഇസ്രായേലിന്റെ ഈ ഒരു നടപടി എന്ന് പറയുന്നത് എബ്രാഹിം അക്കോർഡുകൾ പ്രകാരം വളരെ ഭയങ്കര ശക്തമായ നടപടിയാണ്. കാരണം ഇതിനു ശേഷം
അബുദാബിക്ക് ശേഷം ഇനി പല രാജ്യങ്ങളും കുവൈറ്റ് ആയാലും ഇനി അതോടൊപ്പം തന്നെ ബഹ്റിൻ ആയാലും ആവശ്യപ്പെടും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം പക്ഷെ കൊടുക്കുമോ എന്നറിയില്ല. കാരണം കൊടുത്താൽ ഒരു പക്ഷേ ചേരി തിരിഞ്ഞ ടെക്നോളജി പോകുമോ? നിങ്ങളുടെ അഭിപ്രായം കുറിക്കൂ. കൊടുക്കണോ വേണ്ടയോ?